ഇറച്ചിക്കും മുട്ടയ്ക്കും വില കൂടിയതിനു പിന്നാലെ പച്ചക്കറികൾക്കും വില വർദ്ധിച്ചത് ജനത്തിന് ഇരുട്ടടിയായി. മഴ മൂലം പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതാണ് വിലവർദ്ധനവിന് കാരണം. കേരളത്തിലേക്ക് ഈ സീസണിൽ പച്ചക്കറികൾ കൂടുതലായി എത്തുന്നത് കർണാടകത്തിൽ നിന്നാണ്. അവിടെ മഴ കുറഞ്ഞതോടെ പച്ചക്കറി വരവ് കുറഞ്ഞു. ഇതാണ് വില വർദ്ധിക്കാൻ കാരണം. ബീൻസ്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ് എന്നിവയ്ക്കാണ് വലിയ തോതിൽ വില വർദ്ധിച്ചത്. 40 രൂപയുണ്ടായിരുന്ന ബീൻസിന് ശക്തൻ മാർക്കറ്റിൽ 80 രൂപയായി. ഇഞ്ചി 220, വെളുത്തുള്ളി 220 മുതൽ 240 വരെ, പയർ 60, ക്യാരറ്റ് 65 മുതൽ 70 വരെ, വെണ്ടയ്ക്ക 50, ബീട്രൂട്ട് 50, വഴുതനങ്ങ 40, പാവയ്ക്ക 40 എന്നിങ്ങനെയാണ് വില. ചെറിയ ഉള്ളിക്ക് 80 കടന്നു. സബോളയ്ക്ക് 40 രൂപയായി. ക്യാബേജ് 45 മുതൽ 50 രൂപ വരെ വിലയുണ്ട്. മുരിങ്ങയ്ക്ക വില 120 രൂപയായി. വിലവർദ്ധനയോടൊപ്പം ബീൻസ് കിട്ടാനുമില്ലാത്ത സ്ഥിതിയുണ്ട്. ഇനിയും വില വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് ശക്തൻ മാർക്കറ്റിലെ വ്യാപാരിയായ റിജോ പറയുന്നു. പച്ചക്കറി മൊത്തത്തിൽ ഇപ്പോൾ വരവ് കുറവാണ്. ഇപ്പൊ ശരിക്കും നമുക്ക് വരുന്നത് ഇപ്പോൾ മൈസൂര് മാത്രമാണ് കൂടുതൽ വരുന്നത്. സത്ര മാർക്കറ്റ്, പിന്നെ അങ്ങനെ പൊള്ളാച്ചി, അവിടത്തൊക്കെ ഇത്തിരി കുറവ് വരണേ. ഇപ്പൊ പിന്നെ മഴയുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം പല മാർക്കറ്റിൽ നല്ല ചരക്ക് കിട്ടാനില്ല. ഇപ്പൊ ഉള്ളിക്ക് വില കയറുന്നുണ്ട്. മഴയുടെ മെയിൻ ആയിട്ട് ബേസ് ചെയ്യുമ്പോൾ ഉള്ളിയുടെ വില വ്യത്യാസം വരാം, ഇനിയും വരാം. ഇഞ്ചി ഇപ്പൊ മഴയുടെ തന്നെ പറിക്കാനായിട്ട് പറ്റുന്നില്ല, ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഇനി പുതിയത് വരണമെങ്കിൽ ഏളാന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചിയിൽ തന്നെ സെക്കൻഡ് ടൈപ്പ് ഉണ്ട് പുതിയത് വരണത്. അത് വന്നാൽ തന്നെ സ്വപ്പം ഇത് വില കുറയുള്ളൂ. പിന്നെ നാടൻ ചരക്ക് എന്ന് പറയാൻ അധികം വരുന്നില്ല. നമ്മുടെ അവിടെ നിന്ന് വരുന്ന ചരക്കുകളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പൊ അവിടെ നിന്ന് തന്നെ വന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും വില വ്യത്യാസം വരണമെങ്കിൽ. അതിന് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് വരണത് മൈസൂര്, തമിഴ്നാട്, അവിടെ നിന്ന് തന്നെ കൂടുതൽ ചരക്കുകൾ വരണത്. പ്രാദേശിക തലത്തിൽ നിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞത്, കാലാവസ്ഥാ വ്യതിയാനം, ഇന്ധന വില വർധന ഇതെല്ലാം വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. TCV തൃശൂർ.